ഇതെവിടേക്കാ ചട്ടിയും പാത്രമായിട്ട് നല്ലേ നമുക്കൊരു വലിയൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് അറിയണ്ടേ? പോവാം, വരും. ഇതാ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എൻ്റെ വർക്ക് എന്താണെന്നുള്ളത്? ഒരു കുഞ്ഞു ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി അങ്ങ് എടുക്കണം. നമുക്ക് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. മുൻപ് കിട്ടിയ ചക്കകളൊക്കെ നമ്മൾ തൊട്ട് അയൽപ്പക്കത്തും ബന്ധുക്കൾക്കും എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ഇത് നമുക്കൊന്ന് വരട്ടിയെടുക്കണം. ഇനിയുണ്ട് കേട്ടോ ചക്ക. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് ഉമ്മ അവിടെ ചക്കയൊക്കെ അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട്. ചക്ക എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടതാണ് എല്ലാവർക്കും കേട്ടോ. അപ്പോൾ ചില പ്രത്യേക സീസണിലൊക്കെ തന്നെയല്ലേ ചക്ക ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ മരത്തിലും ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി എന്താ പറയുക, ഫൈബേഴ്സ് മെയിനായിട്ട് സെല്ലുലോസൊക്കെ അടങ്ങിയതാണ് ചക്ക. ഹൃദ്രോഗത്തിനും അതേപോലെ തന്നെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുടലിലുള്ള അനാവശ്യമായിട്ടുള്ള ബാക്ടീരിയയൊക്കെ നശിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഏതിനുണ്ട്? ചക്കയ്ക്കുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചക്ക നന്നായിട്ട് അങ്ങ് കഴിക്കുക, അതാണ് പറഞ്ഞു വരുന്നതിൻ്റെ പൊരുൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഉമ്മ ചക്കയൊക്കെ അങ്ങ് ക്ലീനാക്കി തന്നിട്ടുണ്ട്. നമുക്ക് ചക്ക നേരാക്കാട്ടാ. ഓക്കെ, കയ്യിൽ എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട്, പശ നന്നായിട്ടുണ്ട്. അപ്പോൾ ഉമ്മയും ഞാനും കൂടിയിട്ടാണ് നേരാക്കുന്നത്. കുഞ്ഞുമാട്ടാ പിന്നാലൊന്നും കൊടുക്കണല്ലോ, ഒക്കെ വരട്ടാനാ. ഞാനും തിന്നു, വരട്ടിയാലും ഞാൻ തിന്നില്ല, വരട്ടാനും തിന്നില്ല. നല്ല മധുരം, അടിപൊളി അടിപൊളി. കുരു കൊടുക്കണ്ടോ? കുരുവൊക്കെ ഫോൺ വെച്ച് വേണ്ടിട്ട് വാരനയാട്ടം വന്നിട്ടിട്ട് വന്നു. തീറ്റ മാത്രമേ നടക്കുള്ളൂ. തിന്ന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വരട്ടിയാൽ മതി. ഇന്നുണ്ട്, നീ മുകളിലുണ്ട് ചക്ക. ചക്കയുടെ വൃത്തിയാക്കൽ എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ ഫുള്ളായിട്ടുള്ള പണിയാണ് കേട്ടോ. നല്ല റിസ്ക്കാണ്. പക്ഷെ ഇത് നമുക്ക് ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നതല്ലേ. അപ്പോൾ സാധാരണ എല്ലാ വർഷവും നമ്മൾ ചക്ക കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരട്ടി എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അടയുണ്ടാക്കാനും അതുപോലെ തന്നെ പായസം വെക്കാനും. ഇതൊക്കെ കിട്ടാത്ത സമയത്താണ് നമുക്കിതൊക്കെ കഴിക്കാനുള്ളൊരു കൊതി ഉണ്ടാവുക. അപ്പോൾ ആ നേരത്തെ തന്നെ നമ്മളിതൊക്കെ അങ്ങ് ചെയ്ത് മാറ്റി അങ്ങ് വെക്കും കേട്ടോ. അപ്പോൾ ഇതാ ഉമ്മയും ഞാനും കൂടി വേഗം വേഗം റെഡിയാക്കി എടുക്കണം. നമുക്കിത് വരട്ടി എടുക്കണം കേട്ടോ. ഇങ്ങോട്ട് വരാൻ പറ. ചക്ക നേരാക്കണ് പറ. ശരി, അവരെ വിത്തും എന്തെങ്കിലും ഒക്കെ കൊണ്ടുപോകാം. അങ്ങോട്ട് വരാം. ഇത് നമുക്ക് വരട്ടാനാണ് കേട്ടോ. ആവശ്യത്തിനുള്ളത് കഴിക്കുക, ബാക്കി വരട്ടി വയ്ക്കുക. ഇനി ഉണ്ട് ചക്ക അവിടെ. എല്ലാത്തിലും കൂടി ഒരു 13 ചക്ക ഉണ്ടാവും തന്നെ. പക്ഷെ ഇനിയും മധുരം കുറയും, മഴ പെയ്തുകൊണ്ട്. ഏകദേശം ചക്ക കഴിച്ച് തന്നെ എൻ്റെ വയറങ്ങ് നിറഞ്ഞു കേട്ടോ. അതായത് ഇനി കഴിക്കൂല എന്ന് വിചാരിക്കും, പക്ഷേ അടുത്തത് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി കഴിക്കൂല എന്ന് പറയാമെന്ന് വിചാരിക്കും. അങ്ങനെ ഫുള്ളായിട്ട് എൻ്റെ ചക്ക വൃത്തിയാക്കലും വയറും നിറയലും ഒരുമിച്ച് കഴിഞ്ഞു കേട്ടോ. മോനൊന്നും സ്കൂളിലേക്ക് പോയിട്ടില്ല, അവൻ പനിയായിട്ട് ലീവാണ്. എനിക്ക് കുറച്ച് ഫ്രീ ആണ്, അതാണിപ്പോൾ ഈ പണിക്കങ്ങ് നിന്നത്. അപ്പോൾ ഇതാ അവനെ ഓരോ കുറുമ്പുകളൊക്കെ അങ്ങ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പഠിക്കാനൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, സ്കൂളിൽ പോയില്ലെങ്കിലും ഞാൻ സ്ലൈറ്റിലെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ഇതാ ഉമ്മയും ഞാനും കൂടി വേഗം വേഗം ചക്കയൊക്കെ അങ്ങ് വൃത്തിയാക്കി എടുക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെന്താണ്, വീഡിയോ മുഴുവനായിട്ട് കാണുക. ചക്ക വരട്ടുന്നത് കൂടി ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു ചട്ടി ഏകദേശം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ചക്ക. ഇനി അതിൽ നിന്ന് കുരു അങ്ങ് എടുത്ത് മാറ്റണം, കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അങ്ങ് കട്ട് ചെയ്യണം. അപ്പോൾ അതാ കുരു ഞാൻ എടുത്ത് മാറ്റുകയാണ്. ഇനി അത് കുഞ്ഞു കുഞ്ഞു പീസായി കട്ട് ചെയ്യലാണ് അടുത്ത പണി എന്ന് പറയുന്നത്. ഉമ്മ അതാ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോയിരുന്നു കേട്ടോ. അപ്പോൾ അതാ വീണ്ടും ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇനി ഉമ്മയും ഞാനും ചേർന്നിട്ട് ഇനി അത് കട്ട് ചെയ്യുന്ന പരിപാടിയിലേക്ക് അങ്ങ് കടക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ഇതമ്മ കുരു കൊടുത്ത് തരുന്നുണ്ട്, ഞാനും കുരു കൊടുക്കുന്നുണ്ട്. ഇനി അത് കട്ട് ചെയ്യൽ. ഓക്കെ, കണ്ടോ, ചെറിയ പീസാക്കണം. അപ്പോൾ ചക്ക വരട്ടിയതൊക്കെ നമുക്ക് എന്താ പറയുക, പായസം വെക്കാനും അടയുണ്ടാക്കാൻ, പിന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാവുമല്ലോ, ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മീതെ ജാമ് പോലെ അങ്ങ് തേച്ച് ചുരുട്ടി അങ്ങ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഞാനിതാ അതെല്ലാം ക്ലീനാക്കി വൃത്തിയാക്കി വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റുകയാണ്. ഇനി പഴയ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തത് കേട്ടോ. പഴയ വീടെന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ വീട്. അപ്പോൾ ഇവിടേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി തീയൊക്കെ കത്തിച്ച് അടുപ്പത്ത് നമ്മൾ ചക്ക വരട്ടാൻ പോകണം. ഏകദേശം ഒത്തിരി സമയം എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗ്യാസിലൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് ആവില്ല. അപ്പോൾ തീയൊക്കെ കത്തിച്ച് ഞാനിതിനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കുത്തി ഇളക്കി അങ്ങ്
റെഡിയാക്കുകയാണ് കേട്ടോ. മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് വരട്ടിയെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനത് ഒരു തവണ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്കതങ്ങ് എന്തോ ഒരു ചുവ മാതിരി തോന്നി. പക്ഷേ ഞാനങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറേ സമയം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളറ് കണ്ടില്ല, അങ്ങനെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിലൊന്നും തന്നെ ഞാൻ ചേർത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഇതാ കുറച്ച് ശർക്കര എടുത്ത് ഞാൻ പാനിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇടയിൽ പോയിട്ട് അതങ്ങ് നോക്കുകയാണ് കേട്ടോ. അതാ കണ്ട ഈ കളറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ എത്ര ചക്ക ഉണ്ടായിരുന്നു അതിൽ? ഏകദേശം 3/4 ചട്ടി ചക്ക ഉണ്ടായിരുന്നു. കണ്ടോ ഇപ്പം അതങ്ങനെ ചെറുതായി കുറഞ്ഞു പോയി കേട്ടോ. അപ്പോൾ ഇതാ ശർക്കര പാനി ഞാൻ കുറേശ്ശെയായിട്ട് അങ്ങ് ഒഴിക്കുകയാണ്. ഇനി നന്നായിട്ട് അതിനെ വീണ്ടും ഇളക്കിയെടുക്കുക. അപ്പോൾ നിങ്ങളൊന്നും ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുറേ കാലം, അതായത് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഏകദേശം 1 വർഷത്തോളം കാലം, അത്രയൊന്നും നിൽക്കില്ല കേട്ടോ. നമ്മളെടുത്ത് കഴിച്ചതൊക്കെ അങ്ങ് തീർക്കും. അപ്പോൾ അത്രയും വർഷത്തോളം നമുക്ക് എടുത്ത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ശർക്കര പാനിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ അപ്പോൾ അതിൻ്റെ ലുക്ക് കണ്ടില്ലേ? അപ്പോൾ ഞാനിത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ചെറുതായിട്ട് അങ്ങ് പൊട്ടുണ്ടോ, അതായത് തിളയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ അങ്ങ് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കണ്ടില്ലേ? ഏകദേശം നല്ല പേസ്റ്റ് രൂപത്തിൽ ഫൈനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഏകദേശം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ മാറി അല്ലെങ്കിൽ കടന്നു. ഒരു 2.5 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ നെയ്യ് കുറേശ്ശെയായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് അങ്ങ് ഇളക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്താ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിതിൽ ആവശ്യമായിട്ട് വേണ്ടത് കുറച്ച് ഏലക്കായാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഏലക്കാപ്പൊടി ചേർത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് പഞ്ചസാരയും ഏലക്കാപ്പൊടിയും കൂടിയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് ഇതിൽ കൊണ്ടുവന്ന് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക. അത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർക്കുക. ഇനി കുറച്ചൊന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുക്കുക. ഓക്കെ, ഇതോട് കൂടിയിട്ട് നമ്മുടെ ചക്ക വരട്ടിയതങ്ങ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ? അപ്പോൾ ആ ചട്ടിയൊക്കെ അങ്ങ് മാറ്റി കുറച്ച് വെള്ളം കേട്ടോ അടുപ്പത്തോട്ട്. ഇതാ ഫൈനൽ ലുക്കിലേക്ക് എത്തി. കണ്ടോ നമ്മുടെ ചക്ക വരട്ടി സെറ്റായിട്ടുണ്ട്. അട കേട്ടോ, നമ്മുടെ ചക്ക വരട്ടിയതും കൊണ്ട് അടയുണ്ടാക്കും. അടിപൊളിയാണ് കേട്ടോ ചക്ക വരട്ടിയതും കൊണ്ട് അടയുണ്ടാക്കൽ. അപ്പോൾ ഞാനിതാ 2 ദിവസം കഴിഞ്ഞത് അതെടുത്ത് കുറച്ച് അട കൂടി അങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. സൂപ്പറായിട്ടുള്ള അടയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ചാനലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇനി ഞാൻ തന്നെ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താ കണ്ടില്ലേ? അടിപൊളിയായിട്ട് ചക്ക അടയും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ, ഒത്തിരി സ്നേഹത്തോട് കൂടിയിട്ട് നിങ്ങളിലൊരാളായ ഞാൻ.